ചലച്ചിത്ര താരം ജിഷ്ണു രാഘവൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളത്തിൽ 25ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ജിഷ്ണുവിൻ്റെ അവസാന മലയാള ചിത്രം സുന്ദർദാസ് സംവിധാനം ചെയ്ത റബേക്ക ഉതുപ്പ് കിഴക്കേമലയാണ്. ട്രാഫിക്കിൻ്റെ ഹിന്ദി പതിപ്പിലും അഭിനയിച്ചിട്ടുണ്ട്. 1987 കിളിപ്പാട്ട് എന്ന സിനിമയിലൂടെ ബാലനടനായി മലയാള സിനിമയിലേക്ക് ജിഷ്ണു രംഗപ്രവേശനം ചെയ്തത്. കമലിൻ്റെ നമ്മളിലൂടെയാണ് സിനിമയിൽ സജീവമായത്. സിനിമയിൽ സജീവമായിരിക്കെയാണ് ജിഷ്ണുവിന് രോഗം ബാധിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഏതാനും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. രോഗത്തെ കീഴടക്കി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ ചെറുപ്പക്കാരനൊപ്പം മലയാളിയും വിശ്വസിച്ചത്. 2016 മലയാള സിനിമാ ലോകത്തിന് നഷ്ടങ്ങളുടെ വർഷമായി മാറുകയാണ്. അഭിനയ പാടവം കൊണ്ടും വാക്കുകൊണ്ടും വരകൾ കൊണ്ടും ജീവിതത്തിന് അടിവരയിട്ട പലരും നഷ്ടമായി കഴിഞ്ഞു. ജിഷ്ണു എന്ന നടൻ വേർപെടുമ്പോൾ തികഞ്ഞൊരു അഭിനയ പ്രതിഭയെ മാത്രമല്ല നഷ്ടമാകുന്നത്, ശുഭാപ്തി വിശ്വാസത്തോടെ അതിജീവനത്തിന്റെ മാതൃകയായ മനക്കരുത്തുകൂടിയാണ്. അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിലൂടെ 1987 ബാലതാരമായിട്ടായിരുന്നു ജിഷ്ണുവിന്റെ സിനിമാ പ്രവേശം. സിനിമയോടുള്ള തന്റെ അഭിനിവേശം ജിഷ്ണു നായകനായെത്തിയ ആദ്യ സിനിമയിൽ തന്നെ തെളിയിച്ചിരുന്നു. ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒടിഞ്ഞ കാലുകളുമായാണ് ജിഷ്ണു നമ്മൾ എന്ന ചിത്രം പൂർത്തിയാക്കിയത്. മലയാള സിനിമയിലെ പുതിയൊരു താരോദയം കൂടിയായിരുന്നു അത്. പിന്നീടങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 25ഓളം ചിത്രങ്ങൾ. ട്രാഫിക് എന്ന ചിത്രത്തിന്റെ റീമേക്കിലൂടെ ബോളിവുഡിലും സാന്നിധ്യമറിച്ചു. സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് ക്യാൻസർ ജിഷ്ണുവിനെ പിടികൂടിയത്. പ്രതിസന്ധികളിൽ തളരാൻ തയ്യാറായിരുന്നില്ല ജിഷ്ണു. താൻ തിരിച്ചുവരും ജീവിതത്തിലേക്കും സിനിമയിലേക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം. അവസാന ദിവസങ്ങൾ വരെ ഫേസ്ബുക്കിലൂടെ ആരാധകരുമായി തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിട്ട് ഊർജ്ജസ്വലനായിരുന്നു ജിഷ്ണു. തന്റെ രോഗമോ രൂപമോ മറച്ചുവെക്കാതെ പുഞ്ചിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പം അടിക്കുറിപ്പുകളുമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. താനിപ്പോൾ ഐസിയുവിലാണെന്നും പുഞ്ചിരിക്കും ശുഭാപ്തി വിശ്വാസത്തിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നും ഒടുവിലായി ഐസിയുവിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജിഷ്ണു പോസ്റ്റ് ചെയ്തു. ഈ അപാര മനസാന്നിധ്യം തന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ. ജിഷ്ണു, താങ്കളുടെ വേർപാടിനെ ഒരു നല്ല നടന്റെ നഷ്ടത്തെക്കാളുപരി പ്രതിസന്ധികളിലും ജീവിതം ആഘോഷമാക്കി മാറ്റിയ ശുഭാപ്തി വിശ്വാസത്തിന്റെ പേരിലാകും ചരിത്രം അടയാളപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്. ക്യാൻസർ ബാധിതനായി ഐസിയുവിൽ കഴിയുമ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിട്ടിരുന്നു ജിഷ്ണു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തന്റെ രണ്ടാം വീടാണെന്നും പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ഡോക്ടർമാർ പോലും ഉന്മേഷഭരിതരാകാറുണ്ടെന്നും ഫേസ്ബുക്കിൽ ജിഷ്ണു തന്നെ കുറിച്ചു. രോഗമൂർച്ഛയിലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കെടാതെ സൂക്ഷിക്കുകയാണ് നടൻ രാഘവന്റെ മകൻ കൂടിയായ ജിഷ്ണു. ഐസിയു എന്റെ രണ്ടാം വീടാണ്. പോസിറ്റീവ് ചിന്താഗതിയും എപ്പോഴുമുള്ള പുഞ്ചിരിയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കിവിടെ സന്തോഷമാണ്. ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോൾ ഞാനിവിടെ മയക്കത്തിലായിരിക്കും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർക്കൊരു നല്ലൊരു പുഞ്ചിരി പാസാക്കും. പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ചികിത്സിക്കാൻ ഒരു ഊർജ്ജം ലഭിക്കാറുണ്ടെന്ന് ഡോക്ടർമാരും പറയാറുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു എഴുതുന്നു. വേദന കുറയ്ക്കുന്നതിനുള്ള ചികിത്സയ്ക്കിടയിലും താൻ പരമാവധി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ചിരി ഐസിയുവിലെ മോശമായ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്നുണ്ടെന്നും ജിഷ്ണു കുറിക്കുന്നു. ഇതൊരു മാജിക്കാണ്, പുഞ്ചിരി മാജിക്. നിങ്ങളും പരീക്ഷിക്കൂ. ഇതൊരു ഉപദേശമല്ല, അനുഭവമാണ് എന്നെഴുതിയാണ് വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ജിഷ്ണു ഉപസംഹരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ജിഷ്ണുവിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും. ഉമേഷ്, ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിലാണോ ഉള്ളത്? സിനിമ സാംസ്കാരിക ലോകത്തെ പ്രമുഖരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ കൂടി. ജിംഷാദ്, ജിഷ്ണുവിൻ്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിക്കകത്ത് തന്നെയാണ് ഉള്ളത്. ഔദ്യോഗിക പൊതുദർശനം വേണ്ട എന്ന് ബന്ധുക്കൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ആശുപത്രിക്കകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഹാളിലാണ് ഇപ്പോൾ ജിഷ്ണുവിൻ്റെ മൃതദേഹം വെച്ചിരിക്കുന്നത്. മരണസമയത്ത് ജിഷ്ണു രാവിലെ 8:15 അന്തരിച്ചത്. ഈ സമയത്ത് ജിഷ്ണുവിൻ്റെ അച്ഛനും നടനുമായ രാഘവൻ, ജിഷ്ണുവിൻ്റെ ഭാര്യ ധന്യരാജൻ, അമ്മ തുടങ്ങിയവരെല്ലാം തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ജിഷ്ണുവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നടന്മാരെല്ലാവരും തന്നെ, മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. മമ്മൂട്ടിക്ക് പുറമെ ദുൽഖർ സൽമാൻ, ജഗദീഷ്, ജയറാം, ഫഹദ് ഫാസിൽ, ജനാർദ്ദൻ തുടങ്ങിയ താരങ്ങളും ഇതുകൂടാതെ സംവിധായകരായ രഞ്ജിത്ത്, കമൽ തുടങ്ങിയവരെല്ലാം തന്നെ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഔദ്യോഗിക പൊതുദർശനം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും നിരവധി പേരാണ് ജിഷ്ണുവിനെ അവസാനമായി കാണാൻ വേണ്ടി ആശുപത്രിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലകത്ത് ചെന്ന് ജിഷ്ണുവിൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നുണ്ട്.
4 മണി വരെ മൃതദേഹം ഇവിടെ തന്നെ ആയിരിക്കും. 5 മണിക്കാണ് ജിഷ്ണുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. കൊച്ചിയിലെ രഘുപുരം ശ്മശാനത്തിലാണ് ജിഷ്ണുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതുവരെയും ഏതാണ്ട് 4-4:30 വരെ മൃതദേഹം ഈ ആശുപത്രിക്കകത്ത് തന്നെയായിരിക്കും ഉണ്ടാകുക. ഇതിനുശേഷം മൃതദേഹം സംസ്കാരത്തിനായി രഘുപുരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ DGP TP സെൻകുമാർ ചാലക്കുടിയിലെത്തി അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജൻ, DYSP KS സുദർശൻ എന്നിവർ കേസിന്റെ വിശദാംശങ്ങൾ DGPയെ ധരിപ്പിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, ഏറ്റവും ഒടുവിൽ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലായിരുന്നു എത്തിയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ. കസ്റ്റഡിയിലായിരുന്ന 3 സഹായികളെ വരെ വിട്ടയച്ചു. കീടനാശിനിയുടെ അംശത്തിൻ്റെ കാര്യത്തിൽ ഉള്ള നിഗമനങ്ങളൊക്കെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്നൊക്കെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ DGP തന്നെ അവിടെ നേരിട്ടെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് അറിയാനാവുന്ന എല്ലാ വിവരങ്ങളും? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മരണകാരണം സ്ഥിരീകരിക്കാത്തതിനെ തുടർന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കീടനാശിനിയുടെ അംശം ശരീരത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടെങ്കിലും ഏത് അളവിൽ കീടനാശിനി ശരീരത്തിൽ എത്തി എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ഇതിനായുള്ള പരിശോധനകൾ വീണ്ടും നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ഫലം വരുമ്പോൾ ഇവയെല്ലാം അപഗ്രഥിച്ച് നിഗമനത്തിൽ എത്തിച്ചേരാനായി പ്രത്യേക മെഡിക്കൽ ബോർഡിനെയും മെഡിക്കൽ ടീമിനെയും അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഈ സംഘത്തിൽ കലാഭവൻ മണിയെ ചികിത്സിച്ച ഡോക്ടർമാർ, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, രാസപരിശോധനാ വിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ സംഘങ്ങളുടെ എല്ലാം തന്നെ സഹായത്തോടുകൂടി ഏത് തരത്തിൽ കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ DGP TP സെൻകുമാർ തന്നെ നേരിട്ട് ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കേസിന്റെ അന്വേഷണ പുരോഗതികൾ അന്വേഷണ സംഘാംഗങ്ങൾ ഇപ്പോൾ DGPക്ക് മുമ്പിൽ വിശദീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേസിന്റെ 2 ആഴ്ചയോളം കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം നൽകിയ അഡ്മിനിസ്ട്രേഷൻ DYSP KS സുദർശൻ, അതുപോലെ തന്നെ അന്വേഷണ ചുമതല ഇപ്പോൾ പുതുതായി ഏറ്റെടുത്ത ഒരാഴ്ചയായി അന്വേഷണ ചുമതല വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജൻ തുടങ്ങിയവരാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ DGPയെ ധരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കീടനാശിനിയുടെ അംശം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കീടനാശിനിയുടെ അളവ് സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ തുടരുന്നത് കൊണ്ട് തന്നെ ഭരണകാരണത്തിൽ ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മാണിയുടെ സഹായികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിട്ടയക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് ദുരൂഹതകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മരണകാരണത്തിൽ എത്രയും പെട്ടെന്ന് സ്ഥിരീകരണം അത് തന്നെയാണ്. അതായത് ദിൽജിത്ത്, അമൃത ആശുപത്രി ഇപ്പോഴും കീടനാശിനി ആണ് മരണകാരണം എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തുകയും ചെയ്തു. സർക്കാർ ലബോറട്ടറിയിൽ നിന്ന് എത്തിയതുമായി ഒരു വ്യത്യസ്ത നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചത്. അതൊക്കെ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുരോഗതികളാണ്. ഒപ്പം ഇന്ന് DGP എത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യൂഹങ്ങളും ദുരൂഹവുമായതിന്റെ സൂചനകളുടെ ഭാഗമാണോ? എന്താണ് അനൗദ്യോഗികമായി നമുക്കറിയാനാകുന്നത് ദിൽജിത്ത്? അജിംഷാദ്, DGP അദ്ദേഹത്തിന്റെ തൃശ്ശൂരിൽ അനൌദ്യോഗിക പരിപാടികൾക്കായി എത്തിയപ്പോഴാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തി അന്വേഷണ പുരോഗതി വിലയിരുത്താനായി എത്തിച്ചേർന്നതും ഇപ്പോൾ ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചതും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ 2 ആഴ്ചയ്ക്ക് ശേഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും മറ്റും നിൽക്കുന്നു. അത്തരത്തിൽ അഭ്യൂഹങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏത് തരത്തിൽ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ജില്ലയിലെത്തിയ DGP ഇതിനുവേണ്ടി ഇത്തരത്തിലൊരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പ്രത്യേകിച്ച് തൃശൂർ റേഞ്ച് AGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ കൂടുതൽ ഏത് തരത്തിലാവണം അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അജിംഷാദ്, ഇന്ന് ദുഃഖവെള്ളി, യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കാൽവരി മലയിലെ കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ച് വിശ്വാസികൾ നഗരത്തിലൂടെ മരക്കുരിശേന്തി പ്രാർത്ഥനാഗീതങ്ങൾ പാടി കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു.
സീറോ മലങ്കര, സീറോ മലബാർ, ലത്തീൻ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. രാവിലെ 7 മണിക്ക് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ അങ്കണത്തിൽ ആരംഭിച്ച ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭാ തലവൻ കർദിനാൾ മാർ ബെസോലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ പ്രാരംഭ സന്ദേശം നൽകി. തുടർന്ന് വിവിധ ഇടവകകളിലെ ശുഭ്രവസ്ത്രധാരികളായ വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴി ആരംഭിച്ചു. ക്രിസ്തു വഹിച്ച മരക്കുരിശ് സൂചിപ്പിച്ച് വൈദികർ കുരിശുമായി നീങ്ങി. തൊട്ടുപിന്നാലെ അൽത്താര ബാലന്മാരും കൊബ്ര സഭാ അംഗങ്ങളും സന്യാസിനി സമൂഹവും നീങ്ങി. ക്രിസ്തുവിന്റെ ഗോകുൽത്താ മലയിലേക്കുള്ള കുരിശിന്റെ വഴി അനുസ്മരിപ്പിച്ചുകൊണ്ട് 15 സ്ഥലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം സമാപന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ ആശങ്ക തോന്നുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ജനപ്രതിനിധികൾ എന്ന് പറയുന്ന പലരും കാണിക്കുന്ന പേക്കൂത്തുകളും അടവ് നയങ്ങളും അത്യാഗ്രഹവുമൊക്കെ കാണുമ്പോൾ ലജ്ജയും ഭാവിയെക്കുറിച്ച് ഭയാശങ്കകളുമാണ് മനസ്സിൽ വന്ന് നിറയുന്നത്. നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിമകളായവരെ തിരസ്കരിച്ച് മൂല്യബോധത്തോടെ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഡോക്ടർ മാണി പുതിയിടം ചടങ്ങിൽ സംസാരിച്ചു. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണകൾ വിശ്വാസി സമൂഹം പ്രാർത്ഥനകളോടെയാണ് ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണികണ്ട സന്തോഷത്തിൽ വിഷുവിന് മുമ്പേ കർഷകർ. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ വിഷു വിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷി വൻ വിജയത്തിലേക്ക്. വിഷുവിന് 3 ആഴ്ച മുമ്പേ പച്ചക്കറികൾ വിളവെടുത്തു തുടങ്ങി. വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന കഞ്ഞിക്കുഴിയിലെ ഇലഞ്ഞിയിൽ പാടശേഖരം. ഇവിടെ 30 ഏക്കർ പാടത്ത് കൃഷി ചെയ്യാനുള്ള കർഷകരുടെ തീരുമാനത്തിന് സഹായവുമായി ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് എത്തി. ഇതോടെയാണ് തരിശായി കിടന്ന പാടം കൃഷിക്കായി ഒരുങ്ങിയത്. പാവൽ, പടവലം, വെണ്ടയ്ക്ക, ചീര, പീച്ചിൽ, വെള്ളരി, മത്തൻ തുടങ്ങി തണ്ണിമത്തൻ വരെ പാടത്ത് നട്ടു. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷിരീതി. കർഷകരുടെ പ്രയത്നത്തിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് ചതിക്കില്ല എന്ന പഴമൊഴിയാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. തോമസ് ഐസക് MLA നേതൃത്വത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ്. ഇലഞ്ഞിയിൽ പാടത്തേതുപോലെ 100 കണക്കിന് ഏക്കർ പാടത്ത് വിഷു വിപണി ലക്ഷ്യമാക്കി കർഷകർ കൃഷി നടത്തിയിട്ടുണ്ട്. തരിശായി കിടന്ന സ്ഥലത്ത് കൃഷി ഇറക്കാന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല. ഇത് വലിയ അടുത്ത വർഷം കൂടുതൽ പ്രദേശത്തേക്ക് ഇവിടെ തരിശായി കിടക്കുന്ന മുഴുവൻ പാടങ്ങളിലും കൃഷി ചെയ്യാനായിട്ടുള്ള പ്രചോദനമാവും. അതിന് നമ്മുടെ സഹകരണ ബാങ്കുകൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ. എല്ലായിടത്തും മികച്ച വിളവാണ് ലഭിച്ചത്. പച്ചക്കറികൾ വിറ്റഴിക്കാൻ വരും ദിവസങ്ങളിൽ ദേശീയപാതയ്ക്ക് ഇരുവശവും 20ഓളം പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.